ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കിലോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം കുതിർന്നിരിക്കണം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് ചോറാണ് എടുക്കുന്നത്. ഈ അരിക്ക് പശപ്പുള്ളതാണെങ്കിൽ ചോറ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ചെരുവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി നോക്കണം. എന്നിട്ട് വെള്ളത്തിന്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാ പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് ഇത്തിരി കട്ടി കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദോശക്കല്ല് അടുപ്പയിലേക്ക് വെക്കുക. ഞാനിവിടെ കല്ലാണ് എടുത്തേക്കുന്നത്, നോൺ സ്റ്റിക്കിന്റെ അല്ല. അതുകൊണ്ട് തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തില്ലെങ്കിൽ വിട്ട് കിട്ടില്ല. നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതേപോലെ ഓരോ തവി എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിന്ന് മൂടി വെക്കാം. ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒത്തിരി മുരിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെന്ത് കിട്ടിയേച്ചാൽ മതി. അതേപോലെ തന്നെ മറച്ചിടേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എല്ലാം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ.